ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇക്വിലിബ്രിയത്തിന്റെ എസെൻഷ്യൽ തിയറി ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ വീഡിയോയുടെ അകത്ത്. അപ്പോൾ ഇതിന്റെ അകത്ത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് ലോ ഓഫ് മാസ് ആക്ഷൻ. അപ്പോൾ ലോ ഓഫ് മാസ് ആക്ഷൻ ആണ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം രണ്ട് കൺസെപ്റ്റിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്: ഫിസിക്കൽ ഇക്വിലിബ്രിയവും കെമിക്കൽ ഇക്വിലിബ്രിയം. ഫിസിക്കൽ ഇക്വിലിബ്രിയം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സിഗ്നിഫിക്കൻസും ഇല്ലാത്തൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് പോകുന്നത് കെമിക്കൽ ഇക്വിലിബ്രിയത്തിലാണ്. കെമിക്കൽ ഇക്വിലിബ്രിയം ഫോർ എ റിവേഴ്സിബിൾ റിയാക്ഷൻ. ഇക്വിലിബ്രിയം എവിടെ പറയാൻ പറ്റൂ? റിവേഴ്സിബിൾ റിയാക്ഷൻസിലെ പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ കൺസിഡർ എ ഹൈപ്പോത്തറ്റിക്കൽ റിവേഴ്സിബിൾ റിയാക്ഷൻ AA plus BB reversibly gives CC plus DD. Then the equilibrium constant can be described by law of mass action as Kc is equal to C raised to C into D raised to D by A raised to A into B raised to B. ഈ കോൺസ്റ്റന്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. Kc എന്ന് പറയും. അത് K എന്നും ചിലപ്പോൾ സിംപ്ലി പറയും. സിംപ്ലി K എന്ന് എഴുതിയാൽ അത് കോൺസെൻട്രേഷന്റെ ടേംസിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിച്ചെന്നാണ്. ഇനി ഇതേ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പ്രഷറിന്റെ ടേംസിൽ കണ്ടുപിടിക്കും, അത് Kp ആവും. ഇതേ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാട്ടറിന് വേണ്ടി പറയും, അത് Kw. ഇതേ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വീക്ക് ആസിഡിന് വേണ്ടി പറയും, Ka. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ വീക്ക് ബേസ് Kb. പിന്നെ സ്പെയറിംഗിലി സോലുബിൾ സാൾട്ടുകൾക്കും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പറയും, ആ സാധനത്തിന്റെ പേര് Ksp. ഇത്രയും ടേംസ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. ഇതിന്റെ ഇക്വേഷൻസ് ഉണ്ടാക്കി വെക്കും. ഇത് ബേസ് ചെയ്തായിരിക്കും പ്രോബ്ലംസും വരുന്നത്. ഇനി Kc എന്ന് പറയുന്നത് പലപ്പോഴും അതിന്റെ ന്യൂമറിക്കൽ വാല്യൂസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറയാണ്. ഇപ്പോൾ എന്റെ കയ്യിൽ ഒരു AA plus BB റിവേഴ്സിബിളി ഗീവ്സ് CC plus DD എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc ആയിട്ട് ഞാൻ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വിലിബ്രിയത്തിന് ഞാൻ റിവേഴ്സ് ചെയ്തു, ദാറ്റ് ഈസ് റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയി, പ്രോഡക്റ്റ് റിയാക്ടന്റ് ആയി. അപ്പോൾ CC plus DD റിവേഴ്സിബിളി ഗീവ്സ് AA plus BB ആണെങ്കിൽ the new equilibrium constant Kc dash will be 1/Kc. സപ്പോസ് ഞാൻ ഈ ബേസ് ഇക്വേഷനെ ഒരു കോൺസ്റ്റന്റ് n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് NAA plus NBB റിവേഴ്സിബിളി ഗീവ്സ് NCC plus NDD ആണെങ്കിൽ the new equilibrium constant another Kc dash will be equal to Kc the whole raised to n. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്താൽ the Kc the whole raised to 1/n എന്ന് വരും. ഇനി ഇക്വിലിബ്രിയം നമ്മൾ ഗേഷ്യസ് ആയിട്ടുള്ള റിയാക്ഷൻസിന് ഒരിക്കലും കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ മോൾസ് പെർ ലിറ്റർ ആണ്. അത് നിങ്ങൾ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിലൊക്കെ പഠിച്ചതാണ്. ഇപ്പൊ കോൺസെൻട്രേഷൻ പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. പക്ഷെ ഗേഷ്യസ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് കോൺസെൻട്രേഷൻ പാർഷ്യൽ പ്രഷറിന്റെ ടേംസിലോ ഓർ സിംപ്ലി പ്രഷറിന്റെ ടേംസിലോ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കൺസിഡർ എ ഗേഷ്യസ് റിയാക്ഷൻ AA plus BB reversibly gives CC plus DD. Then the equilibrium constant in terms of pressure Kp is equal to PC raised to C PD raised to D by PA raised to A into PB raised to B. ഇതിൽ സ്മാൾ ലെറ്റർ ABCD എന്ന് പറയുന്നത് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് ആണ്. ഇക്വേഷനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പ്രത്യേക പേരാണ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ്. ഇനി സാധാരണഗതിയിൽ KP-Kc റിലേഷൻ നമുക്ക് ബിൽഡപ്പ് ചെയ്തെടുക്കാൻ പറ്റും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. ഇത് ബേസിക് നമ്മളൊരു പ്രോബ്ലം ചെയ്യുന്നുണ്ട്. Kp is equal to Kc into RT raised to delta Ng. അതിൽ G ഞാൻ പറയുന്നത് ഗേഷ്യസ് നമ്പർ ഓഫ് മോൾസിന്റെ ചേഞ്ച് കാണിക്കാനാണ് ഡെൽറ്റ Ng നമ്മൾ യൂസ് ചെയ്യുന്നത്. Kcയും Kpയും ആരാന്നറിയാം. 6 യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, വാല്യൂ 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ SI യൂണിറ്റ്. T എന്ന് പറയുന്നത് ടെമ്പറേച്ചറിൻ കെൽവിനിൽ തന്നെ എടുക്കണം, ഡിഗ്രി സെൽഷ്യസ് ഫാരൻഹീറ്റിലൊന്നും എടുത്തിട്ട് കാര്യമില്ല. ഇനി ഡെൽറ്റ Ng ഡിഫൈൻഡ് as the number of gaseous products minus the number of moles of gaseous reactants. ഇപ്പൊ രണ്ടിടത്തും ഗേഷ്യസ് വരുന്നതുകൊണ്ടാണ് അത് ഹൈലൈറ്റ് ചെയ്ത് ഓർക്കാൻ വേണ്ടിയിട്ട് ഡെൽറ്റ സ്മാൾ ലെറ്റർ N, അതിന്റെ മൂട്ടിൽ ഒരു സബ്സ്ക്രിപ്റ്റ് സ്മാൾ ലെറ്റർ G കൂടെ നമ്മൾ കൊടുക്കുന്നത് ഡെൽറ്റ Ng. ഇനി നമുക്കറിയാം പല ടൈപ്പ് ഇക്വിലിബ്രിയം ഉണ്ട്. കെമിക്കൽ ഇക്വിലിബ്രിയം ഹോമോജീനിയസ് ഉണ്ട്. എല്ലാ റിയാക്ടന്റും പ്രോഡക്റ്റും ഒരേ ഫേസിലാണെങ്കിൽ, സെയിം ഫേസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഹോമോജീനിയസ് ഇക്വിലിബ്രിയം. ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം മീൻസ് ആ റിയാക്ടന്റ് പ്രോഡക്റ്റിൽ ചിലവര് സോൾഡ്, ചിലവര് ലിക്വിഡ്, ചിലവര് ഗ്യാസ്, അല്ലെങ്കിൽ ഒന്നിലധികം വ്യത്യസ്ത ഡിഫറെന്റ് ഫേസ് വന്നാൽ ഇറ്റ് ഈസ് ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം. ഇനി Kcയുടെ വാല്യൂ വെച്ച് നമുക്ക് പലതും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. വി ക്യാൻ പ്രെഡിക്റ്റ് ദ പ്രോഗ്രസ് ഓഫ് എ റിയാക്ഷൻ ബൈ അസസിങ് ദ വാല്യൂ ഓഫ് Kc. സപ്പോസ് ദ Kc വാല്യൂ is 1. ദാറ്റ് മീൻസ് ദ ബോത്ത് റിയാക്ടന്റ് ആൻഡ് പ്രോഡക്ട്സ് ആർ പ്രസന്റ് അറ്റ് ഇക്വിലിബ്രിയം. ഒരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഒരു മതിയായ അളവിൽ റിയാക്ടന്റും പ്രോഡക്റ്റും തുല്യ രീതിയിൽ അവിടെ പ്രസന്റ് ആണെന്നാണ് മീൻ. സപ്പോസ് Kcയുടെ വാല്യൂ
ഹയസ്റ്റ് ആണ് അല്ലെങ്കിൽ കൂടിയ വാല്യൂ എന്ന് നമ്മൾ പറയുമ്പോൾ കെ സിക്ക് അറ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഹയസ്റ്റ് വാല്യൂസ് ഒക്കെ 10⁻³ പവർ ആണ്. എന്ന് വെച്ചാൽ 1000 മുകളിലോട്ടുള്ള കെ സി വാല്യൂ ഒന്നും നമ്മൾ കാണുന്ന സാധാ കെമിക്കൽ റിയാക്ഷൻസിനൊന്നും വരാറ്. സപ്പോസ് ദ കെ സി വാല്യൂ ഈസ് ഈക്വൽ ടു ഓർ മോർ ദാൻ 10⁻³ ദാറ്റ് മീൻസ് ദ റിയാക്ഷൻ പ്രൊസീഡ്സ് ആൾമോസ്റ്റ് ടു കംപ്ലീഷൻ എന്നാണ് മീനിങ്. ഇനി സപ്പോസ് ദ വാല്യൂ ഓഫ് കെ സി ഈസ് വെരി സ്മാൾ എന്ന് വെച്ചാൽ ഓഫ് ദ ഓർഡർ 10⁻³ ആണെങ്കിൽ ദ റിയാക്ഷൻ ഹാർഡ്ലി പ്രൊസീഡ്സ്. അങ്ങനെ ഒരു ഇക്വിലിബ്രിയത്തിലുള്ള ഒരു റിയാക്ഷൻ നടക്കാനുള്ള ചാൻസ് റെയർ ആണെന്നാണ് ഈ വാല്യൂ നമുക്ക് പറഞ്ഞത്. ഇനി ഇക്വിലിബ്രിയത്തിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ റിയാക്ടന്റ് പ്രോഡക്റ്റ് റേഷ്യോ എടുത്താൽ ദാറ്റ് റേഷ്യോ ഈസ് കാൾഡ് ദ റിയാക്ഷൻ കോഷ്യന്റ് QC. സംഭവം C⁻C into D⁻D by A⁻A into B⁻B തന്നെയാണ്. Suppose QC is equal to KC means the reactant and the products are at equilibrium. Suppose QC is less than KC, that means forward reaction is possible. എന്ന് വെച്ചാൽ റിയാക്ടന്റ് പ്രോഡക്റ്റ് ആവാനുള്ള ചാൻസ് ആണ് കൂടുതൽ. സപ്പോസ് QC ഗ്രേറ്റർ ദാൻ KC ആണെങ്കിൽ റിവേഴ്സ് റിയാക്ഷൻ, ദാറ്റ് ഈസ് പ്രോഡക്റ്റുകൾ തിരിച്ച് റിയാക്ടന്റ് ആവാനാണ് ചാൻസ് കൂടുതൽ. അതാണ് ഇവിടെ ഓരോ പോയിന്റ്സ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് പ്രത്യേകം വെച്ചേക്കാനുള്ളതാണ്. ഞാനിപ്പോ ഈ ബോക്സിൽ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന ടോപ്പിക്സ്. QC equal to KC, the reaction is at equilibrium. QC greater than KC, the reaction will proceed in backward direction to decrease the value of QC. If QC less than KC, the reaction will proceed in forward direction to increase the value of QC. ഇനി ഗിബ്സ് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട്, ഗിബ്സ് എനർജി ഒക്കെ നമ്മൾ 11th സ്റ്റാൻഡേർഡ് കെമിസ്ട്രി തെർമോഡൈനാമിക്സിന്റെ അകത്ത് 6th ചാപ്റ്റർ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇക്വിലിബ്രിയം. ഈ പറഞ്ഞ തെർമോഡൈനാമിക്സ്, ആ തെർമോഡൈനാമിക്സും ഈ ഇക്വിലിബ്രിയവും തമ്മിൽ റിലേറ്റ് ചെയ്യിപ്പിക്കുന്നതാണ് ഗിബ്സ് ഫ്രീ എനർജി. അപ്പൊ ഡെൽറ്റ G0 ലെസ് ദാൻ 0 മീൻസ് ദെൻ K ഗ്രേറ്റർ ദാൻ 1 ആണ്. ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഫേവേർഡ്. സപ്പോസ് ഡെൽറ്റ G0 ഗ്രേറ്റർ ദാൻ 0 മീൻസ് ഡെൽറ്റ G0 പോസിറ്റീവ് ആണെങ്കിൽ then K will be less than 1 and the reversed reaction is forward. If delta G0 equal to 0, then K is equal to 1, that is the reaction is in equilibrium. That means at equilibrium the value of delta G0 will be equal to 0. ഇനി ഇവര് തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാ? ഡെൽറ്റ G0 is equal to minus RT ln K. അതിനെ നമ്മൾ ഈ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യാറില്ല. ഡെൽറ്റ G0 is equal to minus 2.303 RT log KC എന്നാണ് എടുക്കുന്നത്. ആ ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ ആ ഇക്വേഷൻ കാണും. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയം ആണ് ലെച്ചാർട്ട്ലെ പ്രിൻസിപ്പിൾ. ജസ്റ്റ് വായിച്ചു വിട്ടിരുന്നാൽ മതി, നന്നായിട്ട് മനസ്സിലാക്കി വെക്കാനുള്ളതാണ്. കാര്യം നിങ്ങളിത് തിയറി നിങ്ങളുടെ 11th സ്റ്റാൻഡേർഡ് ബോർഡ് എക്സാം, ഇംപ്രൂവ്മെന്റ് എക്സാം, അതേപോലെ തന്നെ നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ റിവിഷൻ ക്ലാസ്സസിലൊക്കെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ലെച്ചാർട്ട്ലെ പ്രിൻസിപ്പിൾ. അതിൽ പലപ്പോഴൊക്കെ മൾട്ടിപ്പിൾ ചോയ്സിൽ വരുന്നത് വാട്ട് ഈസ് ദ എഫക്ട് ഓഫ് അഡിഷൻ ഓഫ് കാറ്റലിസ്റ്റ്. അഡിഷൻ ഓഫ് കാറ്റലിസ്റ്റ് ഡസ് നോട്ട് അഫക്ട് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിന് കാറ്റലിസ്റ്റ് നമ്മൾ എത്രയൊക്കെ വാരിക്കോരി ഇട്ടാലും ഇക്വിലിബ്രിയത്തിന് അത് അഫക്ട് ചെയ്യത്തേയില്ല. അത് വളരെ ഹൈലൈറ്റ് ആയിട്ട് ചോദിക്കാറുള്ള ഒരു സാധനമാണ്, അതുകൊണ്ട് ഓർത്ത് വെച്ചിരിക്കുക. ഇനി വരുന്നതാണ് നമ്മൾ അയോണിക് ഇക്വിലിബ്രിയത്തിലേക്ക് പോകും. നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ കയറി അതിനുശേഷം അതിന്റെ തന്നെ ഒരു ഭാഗമാണെന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന അയോണിക് ഇക്വിലിബ്രിയം. അതിലാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ്സിനെ കുറിച്ച് ഇച്ചിരി കാര്യമായിട്ട്. സബ്സ്റ്റൻസസ് ദാറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ ദർ അക്വസ് സൊല്യൂഷൻ ഓർ ഇൻ മോൾട്ടൺ സ്റ്റേറ്റ് ആർ കാൾഡ് ഇലക്ട്രോലൈറ്റ്സ്. ഇലക്ട്രോലൈറ്റ്സ് രണ്ട് തരം, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്, വീക്ക് ഇലക്ട്രോലൈറ്റ്സ്. അതിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ പറയേണ്ടി വരുന്നത് വീക്ക് ഇലക്ട്രോലൈറ്റ്സിനാണ് മിക്കപ്പോഴും. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിനും പറയും. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ given by the symbol alpha is equal to number of moles dissociated by total number of moles taken. അതാണ് വരുന്നത്. അപ്പോൾ ഫോർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആൽഫയുടെ വില എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ടു 1 ആയിരിക്കും. വീക്ക് ഇലക്ട്രോലൈറ്റ്സിനാണെങ്കിലോ ഇറ്റ് വിൽ ബി ആൽഫ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ വിൽ ബി ലെസ് ദാൻ 1 ഫോർ ഹൂം? വീക്ക് ഇലക്ട്രോലൈറ്റ്സ്. ഈ ഓസ്റ്റ്വാൾസ് ഡൈലൂഷനില്ല, അത് ഒരു ഡെറിവേഷൻ ഒക്കെ വെച്ചാണ് വരുന്നത്. നിങ്ങൾ ഓസ്റ്റ്വാൾ ഡൈലൂഷനിലെ തിയറിയിലോട്ടൊന്നും നോക്കേ ചെയ്യരുത്, കാര്യം വേസ്റ്റ് ഓഫ് ടൈം ആണ്, അതിന്റെ ഒരു പ്രയോജനമില്ല. സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ നടത്തുന്ന അല്ലെങ്കിൽ ഡിസോസിയേഷൻ നടത്തുന്ന ഒരു സാൾട്ട് AB ഉണ്ടെങ്കിൽ അത് ഒരു സോൾവെന്റ് ചെന്ന് വീണ് അത് A+ B- സപ്പോസ് അതിന്റെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ സിയും അതിന്റെ തുടക്കത്തിൽ A+ B- കാണത്തില്ല. എന്നാൽ അത് സമയം കഴിയും തോറും അത് ഇക്വിലിബ്രിയത്തിലേക്ക് എത്താൻ വെച്ചാൽ സി ആൽഫ ഡിസോസിയേറ്റ് ചെയ്തു, അത് അവസാനം ഇക്വിലിബ്രിയത്തിൽ എത്തും. അതൊരു വീക്ക് ആസിഡ് ആണെങ്കിൽ ഓസ്റ്റ്വാൾസ് ഡൈലൂഷനിലാ പറയുന്നത് ഇത്രയേ ഉള്ളൂ. Ka is equal to
സി ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ. ഈ ആൽഫയുടെ വാല്യൂ വളരെ വളരെ ചെറുതാണെങ്കിൽ ഈ 1 മൈനസ് ആൽഫയിൽ കിടക്കുന്ന ആൽഫയെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. മേലിൽ കിടക്കുന്ന ആൽഫ നെഗ്ലക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം ആ ആൽഫയുടെ സ്ക്വയർ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇറ്റ് ക്യാൻ ബി റൗണ്ടഡ് ഓഫ് എന്ത് വരും, 1 മൈനസ് ആൽഫ നിയർലി 1 ആയിട്ട് വരും. സോ കെ എ ഈസ് ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ ഓർ ആൽഫ ഈസ് ഈക്വൽ ടു കെ എ ബൈ സി ദ ഹോൾ സ്ക്വയർ റൂട്ട്. അപ്പോൾ വേർ നമുക്ക് സിക്ക് വേണമെങ്കിൽ കോൺസെൻട്രേഷൻ മോൾസ് പെർ ലിറ്ററിൽ കൊടുത്ത വി ഇസ് ദ വോളിയം കണ്ടെയ്നിങ് 1 മോൾ ഓഫ് ഇലക്ട്രോലൈറ്റ് ആണ്. ഇനി ആസിഡ് ബേസ് കൺസെപ്റ്റുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അരിഹീനിയസ് കൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. ആസിഡ്സ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ഡിസോസിയേറ്റ് ഇൻ വാട്ടർ ടു ഗിവ് ഹൈഡ്രജൻ. H+ കൊടുക്കുന്നവർ അരിഹീനിയസ് ആസിഡ്, ബേസ് OH-. ഇനി ബ്രോൺസ്റ്റഡ് ലൗറി കൺസെപ്റ്റിലാണ് ഈ പറഞ്ഞ പോലെ H+ എന്ന് പറയുന്നത് ഡൊണേറ്റിംഗ് ഹൈഡ്രജൻ അയോണും മറ്റത് അക്സെപ്റ്റിംഗ് ഹൈഡ്രജൻ ആണ്. ഇനി ബ്രോൺസ്റ്റഡ് ലൗറി കൺസെപ്റ്റിലാണ് നമ്മൾ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ, അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ഞാൻ തിയറി ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. ഇനി ലൂയിസിന്റെ കൺസെപ്റ്റ് ഉണ്ട്, അത് ലൂയിസ് ആസിഡ് ഉണ്ട്, ലൂയിസ് ബേസ് ഉണ്ട്. അത് ഇലക്ട്രോൺ പെയറിന്റെ സ്ട്രോങ് ആസിഡ്സിന് എക്സാമ്പിൾ ആണ് HClO4. നമ്മൾ കേട്ടിട്ടില്ലാത്ത ആളാണ് HClO4, പക്ഷെ ആളാണ് ഉള്ള ആസിഡുകളിലെ ഏറ്റവും സ്ട്രോങ്സ്റ്റ്. തിയററ്റിക്കലി ആണ്, പ്രാക്ടിക്കലി HClO4നെ നമ്മൾ അങ്ങനെ ലാബിൽ പോയിട്ട് ഒരു ഇൻഡസ്ട്രിക്കാരും യൂസ് ചെയ്യാറ്. നമ്മൾ പൊതുവെ യൂസ് ചെയ്യാറുള്ള സ്ട്രോങ് ആസിഡ് H2SO4 ഉണ്ട്, HNO3 ഉണ്ട്, HI ഉണ്ട്, HBr ഉണ്ട്, HCl. കാര്യം ഒരാളെ സ്ട്രോങ് ആസിഡ് എന്ന് വിളിക്കാൻ ദേ ഷുഡ് ബി ഏബിൾ ടു കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് H+ അയോൺസ്. H+നെ മൊത്തത്തിൽ കൊടുക്കുന്നവരാണ് സ്ട്രോങ് ആസിഡ്. വീക്ക് ആസിഡിന് എക്സാമ്പിൾ ഇഷ്ടം പോലെ ഉണ്ട്. HNO3, HF, CH3COH. സ്ട്രോങ് ബേസസ് LiOH, NaOH, KOH, CSOH, BaOH. പ്ലീസ് ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ്, കാര്യം നിങ്ങൾ അത്ര കാര്യമായിട്ട് സ്ട്രോങ് ബേസിന് എക്സാമ്പിൾ ഒന്നും അങ്ങനെ പഠിക്കേണ്ട അവസ്ഥ തിയറി എക്സാംസിന് വന്നിട്ടില്ല. പക്ഷെ ഇതുപോലെ LiOH, NaOH, KOH, CHOH, BaOH ട്വൈസ്. ഇനി വീക്ക് ബേസസ് അമോണിയത്തിന്റെ ഹൈഡ്രോക്സൈഡ് NH4OH, CaOH ട്വൈസ്, MgOH ട്വൈസ്, AlOH ത്രൈസ് എല്ലാം വീക്ക് ബേസസിന് എക്സാമ്പിൾസ്. ഇനി വാട്ടറിന്റെ അയോണിക് പ്രോഡക്റ്റ് ആണ് KW. KW is equal to concentration of H+ into concentration of OH- and it will be equal to a value of 10⁻⁻14. റൂൾ അത്രേ ഉള്ളൂ. 298 കെൽവിനിൽ വേണം മെഷർ ചെയ്യാൻ. 298 കെൽവിൻ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ലബോറട്ടറി ഇരിക്കുന്നത് 25 ഡിഗ്രി സെൽഷ്യസിലാണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. 25 ഡിഗ്രി സെൽഷ്യസ് കെൽവിനിൽ പോകുമ്പോൾ 298 കെൽവിന്. ഇനി pH നമുക്ക് ഓരോ സാധനങ്ങൾക്ക് വീക്ക് ആസിഡിന് വീക്ക് ബേസിനും ഒക്കെ കണ്ടുപിടിക്കാം. അയോണൈസേഷൻ ഓഫ് ആസിഡ് ബേസ് വെച്ചിട്ട് ഇപ്പൊ pKw ഈസ് ഈക്വൽ ടു pH + POH ഈസ് ഈക്വൽ ടു 14 എഴുതി വെക്കേണ്ട ഒരു സാധനം. ഇനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ Ka ആൻഡ് Kb ഇത്രയേ ഉള്ളൂ. pKa ഈസ് ഈക്വൽ ടു -log Ka. അപ്പൊ pKbയോ -log Kb. ഇനി relation pKa plus pKb is equal to pKw, which is equal to 14 at 298 Kelvin. The polybasic acids, polyacidic bases നെക്കെ നമ്മൾ ഈ പറഞ്ഞതുപോലെ അതിന്റെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്തു. The net dissociation constant K is equal to K1 into K2 into K3 അങ്ങനെ പോകും. അതിൽ ആ ഈ പോളിബേസിക് എന്ന് വെച്ചാൽ H2SO4 പോളിബേസിക് ആണ്. കാര്യം അത് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒരു H+ റിലീസ് ചെയ്യും, പിന്നെ ഒരു H+ റിലീസ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പോളിബേസിക് ആസിഡ്. ഈ ബേസസിന് നമ്മൾ തിരിച്ചാ പറയുന്നത് പോളി അസിഡിക് ബേസസ് എന്ന് പറയും. The factors affecting the strength of acid depends on strength, polarity of the hydrogen and the metal bonding. അപ്പോ സൈസ് വെച്ചിട്ട് അസിഡിക് സ്ട്രെങ്ത് ഇൻക്രീസസ് HF, HCl, HBr, HI ആണ് ഇതിൽ മോർ അസിഡ്. ഇനി ഇലക്ട്രോനെഗറ്റിവിറ്റിയും ഫാക്ടർ ആണ്. അത് വെച്ച് നോക്കുമ്പോൾ അസിഡിക് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാണ്. CH4 കാട്ടി അസിഡിക് ആണ് NH3, H2O, HF. ഈ രണ്ട് ഓർഡർ ഒന്ന് നിങ്ങളൊരു A4 പേപ്പറിൽ ഓർഡേഴ്സ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. കുറെ ട്രെൻഡുകൾ, ഇൻക്രീസിങ് ഓർഡർ, ഡിക്രീസിങ് ഓർഡർ. അതിൽ ആ ലിസ്റ്റ് കയറ്റി ഡെയിലി ചുമ്മാ എങ്കിലും വായിച്ചു നോക്കേണ്ട ഓർഡറുകളിൽ പെടുന്ന ഒരു സാധനമാണ്. പിന്നെ ഈ ചാപ്റ്റർ പഠിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ഒരു ഫിനോമിനൻ ആണ് കോമൺ അയോൺ. ദ അഡിഷൻ ഓഫ് certain substances that suppress the dissociation of a weak electrolyte due to the presence of a common ion is called common ion effect. അത് ബേസ് ചെയ്തിട്ട് ചെറിയ പ്രോബ്ലംസ് ഒക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഇനി വരുന്നതാണ് ഹൈഡ്രോളിസിസും ഈ പറഞ്ഞ പോലെ ബഫർ സൊല്യൂഷൻസ്. അപ്പൊ അത് വെച്ചിട്ട് ഒരു സാൾട്ട് ഞാനുണ്ട്. സാൾട്ട് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഒരു ആസിഡും ബേസും. ആസിഡുകൾ വീക്ക് ആസിഡ് ഉണ്ട്, സ്ട്രോങ് ആസിഡ്. അത് ബേസ് കോമ്പിനേഷൻ അനുസരിച്ച് മാറും. വീക്ക് ആസിഡും സ്ട്രോങ് ബേസും കൂടെ ചേർന്നാൽ അവിടെ നടക്കുന്നത് ആനയോണിക് ഹൈഡ്രോളിസിസ് ആണ്. ഉണ്ടാവുന്ന സൊല്യൂഷൻ ആൽക്കലൈൻ ആണ്. ഈ ഒരു ടേബിൾ എങ്ങനെയെങ്കിലും ഒന്ന് ചാർട്ട് ചെയ്ത് ഇതിന് പ്രത്യേക ഒരു A4 എഴുതി ഉണ്ടാക്കി
വെച്ചേക്കണം, ആവശ്യം വരും. ഓക്കെ, അപ്പോൾ വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് ഹൈഡ്രോളിസിസ് നടന്നാൽ കിട്ടുന്ന സൊല്യൂഷൻ വിൽ ബി ആനയോണിക്. അതിന്റെ KH വാല്യൂ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ വാല്യൂ, ആ വാല്യൂ വെച്ച് പ്രോബ്ലം ഒന്നും നമുക്കില്ല. വേണമെങ്കിൽ നിങ്ങളോട് KH is equal to KW/KA, H is equal to √KH/C. ഇത് ഈ രണ്ട് ടേബിളും ഇമ്പോർട്ടന്റേ അല്ല, എടുത്തു കളയാം. ഹൈഡ്രോളിസിസ് കോൺസ്റ്റന്റ് KHന്റെ എക്സ്പ്രഷനും ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ് Hന്റെ എക്സ്പ്രഷനും നിങ്ങൾ പഠിച്ചില്ലേലും കുഴപ്പമില്ല. ബട്ട് സാൾട്ട്, ഹൈഡ്രോളിസിസ്, റിസൾട്ടിങ് സൊല്യൂഷൻ, PHന്റെ എക്സ്പ്രഷൻ, അത് എങ്ങനെയെങ്കിലും ചാർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. 4 ടേബിൾ: സാൾട്ട്, ഹൈഡ്രോളിസിസ്, റിസൾട്ടിങ് സൊല്യൂഷൻ, PHന്റെ എക്സ്പ്രഷൻ. ഇനി സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ആണെങ്കിൽ PHന്റെ എക്സ്പ്രഷൻ വിൽ ബി ഹാഫ് ഇൻറ്റു PKW മൈനസ് PKB മൈനസ് log C. പ്രോബ്ലം ചെയ്യുമ്പോഴായിരിക്കും ഈ ഇക്വേഷന്റെ ആപ്ലിക്കേഷൻ മനസ്സിലാവും. ഇനി ബഫർ സൊല്യൂഷൻ, അസിഡിക് ബഫർ ഉണ്ട്, ബേസിക് ബഫർ ഉണ്ട്. ഇനി PH ഓഫ് ആൻ അസിഡിക് ബഫർ കണ്ടുപിടിക്കുന്നത് PH is equal to pKa plus log കോൺസെൻട്രേഷൻ ഓഫ് സാൾട്ട് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ്. ഇനി അതിന് കുറച്ചും കൂടി അവര് ഈ പറഞ്ഞ പോലെ വേറൊരു രീതിയിൽ മോഡിഫൈ ചെയ്താൽ കിട്ടുന്നതാണ് ഹെൻഡേഴ്സൺ ഹാസൽബാഷ് ഇക്വേഷൻ, വിച്ച് ഈസ് ഗിവൺ ആസ് PH is equal to pKa plus log കോൺസെൻട്രേഷൻ ഓഫ് കോൺജുഗേറ്റ് ബേസ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ്. ഇനി PH ഓഫ് ബേസിക് ബഫർ ആണെങ്കിൽ ചെറിയ വ്യത്യാസം, PKക്ക് പകരം PKB വരും. POH is equal to PKB plus log concentration of salt by base, or PKB is plus log concentration of conjugate base by base എന്നെടുക്കുക. ഇനി സ്പെയറിംഗ്ലി സോലുബിൾ സാൾട്ട്സ് ഉണ്ട്. സപ്പോസ് എന്റെ കയ്യിൽ ഒരു സ്പെയറിംഗ്ലി സോലുബിൾ സാൾട്ട് ഉണ്ട്, അതിന്റെ കോൺസെൻട്രേഷൻ ഈസ് അല്ലെങ്കിൽ അതിന്റെ സോലുബിലിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ആസ് S ആണെങ്കിൽ S is equal to നമുക്ക് അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. അത് ബേസ് ചെയ്ത് ഈ ഒരു എക്സ്പ്രഷൻ വായിച്ചു നോക്കണമെന്നില്ല, നിങ്ങൾക്ക് അല്ലാതെ തന്നെ ഒരു പ്രോബ്ലം നമുക്ക് MCQ പാർട്ട് വീഡിയോയിൽ ചെയ്യാനുണ്ട്, അതിൽ പറയുമ്പോൾ മനസ്സിലാവും. അപ്പൊ സ്പെയറിംഗ്ലി സോലുബിൾ സാൾട്ടുകൾക്ക് നമ്മൾ പറയുന്ന ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഏതിന്റെ ടേമിലായിരിക്കും? KSPയുടെ ടേംസിലായിരിക്കും. ഇത്രയുമാണ് 11th സ്റ്റാൻഡേർഡ് കെമിസ്ട്രി ചാപ്റ്റർ 7 ഇക്വിലിബ്രിയത്തിന്റെ എസെൻഷ്യൽ തിയറി പാർട്ടിൽ ഒന്ന് റിവിഷൻ നടത്തി ഓടിച്ചു വിടാനായിട്ടുള്ളത്. അതിൽ നമ്മൾ പറഞ്ഞ ഈ ഒരു ടേബിളും PHന്റെ വാല്യൂസ്, പിന്നെ കുറച്ച് PHന്റെ എക്സ്പ്രഷൻസ്, പിന്നെ ഈ പറഞ്ഞ പോലെ ലൂയിസ്, അതേപോലെ ബ്രോൺസ്റ്റഡ് ലൗറി കൺസെപ്റ്റ്, കോൺജുഗേറ്റ് ആസിഡ് ബേസ് കൺസെപ്റ്റ്, ഇതൊക്കെ ഹൈലൈറ്റഡ് ടോപ്പിക്സ് ആണ്. നന്നായിട്ടൊന്ന് ഒരു 10 മിനിറ്റ് എടുത്തൊന്ന് വായിച്ചു വിടുക, പിന്നെ ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ ഇതിന്റെ MCQ കാണാം. Till then, goodbye. Thank you.